പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 2 വാക്യം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയി. പക്ഷെ ഇവിടെ സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നതിന് മുമ്പായി തൻ്റെ പുത്രൻ അനുഭവിച്ചതായ ആ വേദനകൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നോക്കൂ, നമ്മുടെ നോട്ടം ഗെത്ശമന തോട്ടത്തിലേക്കൊന്നാകാം. യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആരംഭം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ശാരീരികവും ആത്മീയവുമായ ഓരോന്നും ഇവിടെ നിന്ന് തുടങ്ങി സുവിശേഷങ്ങളിലെല്ലാം ഇത് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലൂക്കോസ് 22:39 മുതൽ നോക്കുമ്പോൾ പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള വേദനയും മനസ്സിലാക്കാൻ കഴിയും. 22 അധ്യായം 44 പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നോക്കൂ, വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാ ഈ അനുഭവം ഉണ്ടാകുന്നത്. അതായത് വിയർപ്പ് ഗ്രന്ഥികളിലെ ഞരമ്പുകൾ പൊട്ടാനും രക്തം വിയർപ്പിൽ കലരാനും തുടങ്ങുന്നത്. പിന്നീട് നമുക്ക് വായിക്കാൻ കഴിയുന്നത് യേശുവിനെ പിടിച്ച് ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും മുമ്പിൽ മതപരമായ വിചാരണകൾ നടന്നതും പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെ മുമ്പിൽ കോടതി വിസ്താരം, ഇതെല്ലാം കഴിഞ്ഞ് യേശുവിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി 26:67 പറയുന്നുണ്ട്, അപ്പോൾ ഈ ജനങ്ങൾ യേശുവിൻ്റെ മുഖത്ത് തുപ്പുകയും മുഷ്ടി ചുരുട്ടി കുത്തുകയും കന്നത്തടിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നോക്കൂ, ഇതെല്ലാം നടക്കുന്നത് ഹല്ലേലൂയ. മത്തായി 26 അധ്യായം 55 മുതൽ നോക്കുമ്പോൾ, അതായത് വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഓടിപ്പോയപ്പോഴാ കണ്ണുകൾ മൂടിക്കെട്ടി പരിഹസിച്ച് മുഖത്ത് തുപ്പുകയും അടിക്കുകയെല്ലാം ചെയ്തത്. പ്രിയരെ, എപ്പോഴും നമ്മോടുകൂടെ നിൽക്കാമെന്ന് പറയുന്നവർ തക്ക സമയം വരുമ്പോൾ ഓടിക്കളയും, അല്ലെങ്കിൽ തള്ളിപ്പറയും. ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രിസ്താവ് നോക്കൂ, പിന്നീട് ബന്ധിതനായി തളർന്നവശനായ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഏൽക്കുന്ന ആ ചമ്മട്ടി കൊണ്ടുള്ള അടി ഒന്നോർത്തു നോക്കണം. ഹല്ലേലൂയ. ഈ അടി ഏൽക്കുമ്പോൾ കൈകൾ കെട്ടി തൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ചാട്ടയടി. ഹല്ലേലൂയ. ചാട്ടയടി എന്ന് പറയുന്നത് നീചമായ ഒരു പീഡനമാണ്. പ്രിയ മക്കളെ, ഈ അടിയുടെ വേദന മൂലം ഹല്ലേലൂയ സ്വന്തം ക്രൂശ് ചുമക്കുവാൻ പോലും കഴിയാതെ ഹല്ലേലൂയ തൻ്റെ മകനായിത്തീർന്നു. പ്രിയ മക്കളെ, നമുക്കറിയാമല്ലോ, അല്പം ഒരടി കൊണ്ട് ഹല്ലേലൂയ ഒരു കണ്ണുനീരൊഴുകുമ്പോൾ ഒന്ന് തുടയ്ക്കുവാൻ കഴിയുമ്പോ ഹല്ലേലൂയ കൈകളൊന്ന് ചലിക്കുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി ഏറ്റ ഹല്ലേലൂയ ആ പ്രയാസഘട്ടങ്ങൾ, ആ പീഡനങ്ങൾ എല്ലാം നാം ഒന്ന് ഓർത്തു നോക്കണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1 ലേഖനം 2 അധ്യായം 24 വാക്യം പറയുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടേനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നീണ്ട മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ കിരീടം തലയിൽ വെച്ച് അതിനുശേഷം അടിക്കുകയും ആ മുള്ളുകൾ ഹല്ലേലൂയ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചെങ്കിലും അതിവേദനയും അതിൻ്റെ ഭാരവും നിമിത്തം നടക്കുവാൻ കഴിയാതെ വേച്ച് നടക്കുകയും വീഴുകയും ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവിനെ നാം ഒന്ന് ഓർത്തു നോക്കണം. പ്രിയ മക്കളെ, ക്രൂശ് ചുമക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ക്രൂശ് ചുമക്കുന്നതിന് വേണ്ടി ശീമോനെ നിർബന്ധിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഗോൽഗോഥ
എത്തിയതിനു ശേഷം കയ്പ് കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. പിന്നീട് ആ ക്രൂശിലേക്ക് തൻ്റെ കൈകാലുകൾ ഹല്ലേലൂയ ആഴത്തിൽ ആണികൾ തറച്ചു. പ്രിയരെ, നമ്മുടെ കണ്ണുകൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. ഹല്ലേലൂയ. കൈകാലുകൾ ആണിമേൽ തറച്ച ആ ദയനീയമായ അവസ്ഥ, രക്തം വാർന്നൊരുകി മുറിവും ചതവും നിറഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ അപമാനിതനായി കാണപ്പെടുന്ന ആ യേശുക്രിസ്തുവിനെ നാം ഒന്ന് നോക്കുക. വേദന സഹിച്ച് പരിഹാസവും ദൂഷണങ്ങളും എല്ലാം കേട്ട് ആ കിടക്കുന്ന ആ യേശുക്രിസ്തു എല്ലാം എന്തിനു വേണ്ടിയാണ് പ്രിയ മക്കളെ? നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടതായി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അർത്ഥം വരുന്ന ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന ക്രിസ്തുവിന്റെ നിലവിളി. ഹല്ലേലൂയ. അതൊരു പാപിയുടെ പ്രതിനിധിയാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൽ നിന്നുള്ള വേർപാട് അനുഭവിക്കുന്നതിനെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ ദുഃഖവും സങ്കടവും വേദനയും വ്യതയും അതിഭയങ്കരമായി അനുഭവിക്കുന്നു. അനേകർക്ക് വേണ്ടി മറുവിലയായി തീർന്നു. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നാം ഒരിക്കലും കൈവിടപ്പെടാതിരിക്കേണ്ടേനെ അവൻ കൈവിടപ്പെട്ടവനായി മരിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളാൽ നാം വീണ്ടെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താപ്പച്ചൻ സഹിച്ച ആ വേദനകൾ എത്രമാത്രമാണെന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, സഹിച്ച ഹല്ലേലൂയ ആ ക്രൂശിനെ നമ്മിൽ ആരെങ്കിലും ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ ഒരുക്കമോ? ഹല്ലേലൂയ. നമ്മൾ ഒരുക്കമാണോ? ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ ഇഷ്ടപ്പെടാത്ത, ഹല്ലേലൂയ ആരും ഏറ്റെടുക്കാത്ത ആ ക്രൂശ് നമ്മുടെ അപ്പച്ചനാണ്. ഹല്ലേലൂയ. എന്തിനാ? നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, അപ്പന്റെ മക്കളാക്കി എടുക്കുവാൻ വേണ്ടിയാ ആ ശരീരത്തിൽ ഇതെല്ലാം ഏറ്റുവാങ്ങിയത്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മൾ ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കണം. നമുക്ക് വേണ്ടി അപ്പൻ എത്രമാത്രം ഹല്ലേലൂയ വേദനകൾ സഹിച്ചു. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അപ്പനോട് കൂടുതൽ ചേർന്നിരിക്കുന്നവരായി, അപ്പ എന്നെ വീണ്ടെടുത്തത് അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ, അപ്പൻ എനിക്ക് വേണ്ടിയാണല്ലോ. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചതെന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഓർക്കാം, ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്താം. കർത്താവിന് വേണ്ടി നമുക്ക് ആയിത്തീരാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. കിട്ടുന്ന സമയം അപ്പന് വേണ്ടി ഉപയോഗപ്രദമാക്കി എടുക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആ ക്രൂശിനെ നോക്കി നമ്മുടെ നോട്ടം സ്ഥിരതയോടെ ആയിത്തീരാം. നമ്മുടെ പോക്ക് വരവിലെല്ലാം കർത്താവിനെ നമുക്ക് ഓർക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പൻ കടന്നു വരുമ്പോൾ അപ്പനോട് ഒത്തൊരുമിച്ച് ആ സ്ഥലത്ത് ഹല്ലേലൂയ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും അവകാശം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, എന്നെ ഇതിനു വേണ്ടി ഒരുക്കണമേ, അങ്ങയുടെ മകളായി മകനായി എന്നെ ആക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം. അപ്പനോട് ഒത്തൊരുമിച്ച് നമുക്കായിത്തീരാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.